ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നയന വളരെ കഷ്ടപ്പെട്ട് വരച്ചു കൊടുത്ത ആ ഒരു പടം അവിടെ ആ അമേരിക്കക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം ഞാനാണ് വരച്ചതെന്ന് ആരോടും പറയരുതെന്നാണല്ലോ നയന പറഞ്ഞിരിക്കുന്നത്. ആ വലിയൊരു ഓർഡർ, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും അവരെ വലിയ പണക്കാരാക്കുന്ന ആ ഒരു ഓർഡർ നമ്മുടെ നയന വരച്ചു കൊടുത്തതാണെന്ന് അറിയാതെ ഇവരത് കൊടുത്ത് അവരത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര സെറ്റപ്പിലെത്തി. അത് കഴിഞ്ഞപ്പോൾ നയനയോട് ഇത് നോക്കി പഠിക്കുക എന്നൊക്കെ പറഞ്ഞ ആദർശ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിപ്പോൾ ആരായിരിക്കും വരച്ചത്, എവിടെ നിന്നായിരിക്കും കയറി വന്നത്, അങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇനി അതിനു വേണ്ടി ഒരു അവകാശിയെ തപ്പി നിങ്ങൾ നടക്കേണ്ട, അത് അയക്കാൻ വേണ്ടി റെഡിയാക്കിയത് അഭിയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജലജ വരുന്നത്. അത് കേട്ടപ്പം നയനയും അതുപോലെ തന്നെ നവ്യയും കനകവും ഞെട്ടി. ഇവർക്ക് 3 പേർക്കുള്ള സത്യം അറിയത്തുള്ളൂ. എവിടെ എന്തെല്ലാം നല്ല കാര്യങ്ങളും ചെയ്താലും മൂടി വെച്ച് നയനയുടെ ജീവിതം ഒരു പരുവത്തിൽ നയനെ എത്തിക്കും. നയനയ്ക്ക് യാതൊരു വിലയില്ലാതെ അവൻ നയന് തന്നെ ഒരു കാരണമാവുകയും ചെയ്യും. ഇപ്പോഴേയും അത് തന്നെ സംഭവിച്ചു. അഭിയാണ് ആ ചിത്രം തയ്യാറാക്കിയതെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. അപ്പോൾ അവൻ ഒരിക്കലും അത് ചെയ്യില്ലെന്നാണ് മുത്തശ്ശിയും അതുപോലെ ദേവയാനി, ജയന്, ആദർശ എല്ലാവരും പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ നവ്യം പറഞ്ഞു, അഭിയോ ഒരിക്കലും അഭി അതുപോലൊരു പടമൊന്നും വരയ്ക്കില്ല, അഭി ഒരിക്കലും വരയ്ക്കാൻ സാധ്യതയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നവ്യനയുടെയും കനകത്തിൻ്റെയൊക്കെ മുഖം വല്ലാതെയായി. ക്രെഡിറ്റ് ഇവൻ കൊണ്ടുപോവുകയാണല്ലോ എന്നുള്ളൊരിതിൽ ആ സമയത്ത് നീ ഇത് വരച്ചോ എന്ന് നമ്മുടെ മുത്തശ്ശൻ ചോദിച്ചു എടുത്ത്. അപ്പോൾ ജലജ ചോദിച്ചു, അതെന്താ അച്ഛാ, ഇവിടെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതിനെല്ലാം അച്ഛൻ്റെ നിലയും വിലയൊക്കെ ഉണ്ടല്ലേ, എൻ്റെ മകൻ ചെയ്യുന്നത് മാത്രം എത്ര നല്ലതാണെങ്കിലും അത് നല്ലതാണെന്ന് അച്ഛൻ പറയുകയില്ല. അവൻ്റെ കഴിവിനെ ആരെങ്കിലും ഒന്ന് അംഗീകരിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ കൊടുത്തൂടെ, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ. അപ്പോൾ ശരിയാണോ അഭി, നീയാണോ ഈ ചിത്രം വരച്ചതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇവിടെ ക്ലയൻസ് സംസാരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഏകദേശം അവരുടെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ ശരിയാകും എന്നൊന്നും ഓർത്തിട്ടല്ല ഞാൻ പോയി വരച്ചത്, ഞാനങ്ങ് ചുമ്മാ ഒന്ന് വരച്ച് നോക്കിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ചിത്രം എപ്പോഴാണ് ഇവിടെ ഇതിൻ്റെ ഇടയിൽ കയറിയത്, അങ്ങനെ കയറാൻ പാകത്തിന് യാതൊരിതും നീ ഇങ്ങോട്ട് വരികയെടുക്കുകയൊന്നും ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് നമ്മുടെ ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ ഞാനത് നിങ്ങളാരും അറിയാതെയാണ് ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കും. അപ്പോൾ ജലജ പറഞ്ഞു, അവന് വേണ്ടി ഞാനാണത് കൊണ്ടുവന്ന് വെച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അഭി, നീയാണ് ഈ വർക്ക് ചെയ്തതെങ്കിൽ നിന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല, കാരണം അത്രയ്ക്ക് മനോഹരമായൊരു വർക്കാണ് നീ ചെയ്തിരിക്കുന്നതെന്നും അതുപോലെ തന്നെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് തല പുകഞ്ഞിരിക്കുന്ന സമയത്താണ് നിൻ്റെ ഈ സഹായം കിട്ടിയത്, അത് വളരെ ഉപകാരമായി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവരിങ്ങനെ പറയാം. നീ ഈ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇത് നിനക്കുണ്ടാകും, ബെനിഫിറ്റ് നിനക്കുണ്ടാകും, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അഭിയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ കനകത്തിന് ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്നു. കനകം വന്നിട്ട് ഇത് പറയാൻ തുടങ്ങിയപ്പോഴേക്കും നയന കയ്യിൽ പിടിച്ചു, പറയണ്ട. അപ്പോൾ നവ്യയും വിലക്കി നയന പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാവരും അഭിയെ പുകഴ്ത്തലായിരുന്നു. കണ്ടോ, ഇത്രയും കാലം ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ബാക്കിലായിരുന്ന അഭി പോലും ഇപ്പോൾ ദേ ഫ്രണ്ടിലേക്ക് കയറി വന്നു തുടങ്ങി. അവൻ കാരണം ഈ വീടിന് ഇപ്പോൾ എന്തൊരു സന്തോഷമാണ് ഉണ്ടായത്, നിനക്ക് മനസ്സിലായില്ലേ, നീയും ഒന്ന് മനസ്സ് വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ അന്നേരവും നയനയെ കുറ്റപ്പെടുത്തുമോ. നയനെ അന്നേരം ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം നയനയെ താഴ്ത്തി കെട്ടുന്ന ഒരു സാഹചര്യമാണല്ലോ, അതുകൊണ്ട് തന്നെ അഭിയ്ക്കൊപ്പം നമ്മുടെ ദേവയാനി അങ്ങ് കൂടി. അപ്പം ദേവയാനി എന്നിട്ട് ചുമ്മാ നാട്ടിലുള്ളവർക്ക് ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് പോലെയല്ല വിദേശ രാജ്യങ്ങളിൽ, അതായത് അമേരിക്ക പോലെയുള്ള വിദേശ രാജ്യങ്ങളിലുള്ളവരെയൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുത്തി എടുക്കുക അല്ലെങ്കിൽ അവർക്കൊന്ന് തൃപ്തികരമാക്കി എടുക്കുക എന്നുള്ളത്, അതിനൊന്നും ഇവളെ കൊണ്ട് സാധിക്കില്ല. ഈ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങാൻ മാത്രമേ ഇവൾക്ക് അറിയുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി എന്നിട്ട് കിട്ടിയ അവസരം നയനെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ നീ അങ്ങനെ നയനമോളെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല, ഈ ഇട്ടാവട്ടത്തെ കച്ചവടങ്ങളാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്, അത് നീ മറന്നു പോകരുതെന്ന് ദേവയാനിയോട് ജയനും അതുപോലെ തന്നെ അച്ഛനും പറഞ്ഞു. മോളുടെ ഡിസൈൻസ് ഇഷ്ടമായതുകൊണ്ടാണ് ഇന്നും മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് ഇരച്ചു കയറിയ ആൾക്കാർ കയറി വരുന്നത്. വലിയ വലിയ ബൾക്കായിട്ടുള്ള ഓർഡറുകൾ കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ്. അമേരിക്കൻ പാർട്ടീസിൻ്റെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെയൊക്കെ വർക്കുകൾ വളരെ കുറവ് ടൈമുകളിൽ മാത്രമേ കിട്ടാറുള്ളൂ. പക്ഷേ മോളുടെ കഴിവിനെ നീ നിന്ദിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ആ ഒരു ഇതിൽ ഇവരിങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കോ പിന്നെന്നുള്ള ഇതിൽ ദേവയാനി ഇങ്ങനെ നിൽക്കുക. എന്തായാലും മോള് മനസ്സ് വെച്ചാൽ ഇതിലും ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് മുത്തശ്ശിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ മുത്തശ്ശൻ. എന്തായാലും ഇത്തവണ അഭി ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണെന്നും അതുകൊണ്ട് തന്നെ അഭിക്ക് അതിൻ്റേതായ ഒരു ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും നമ്മുടെ ജലജയും അഭിയും ഇങ്ങനെ അങ്ങ് പൊങ്ങി, അതൊന്നും വേണ്ട അച്ഛാ,
അതിനൊന്നും വേണ്ടിയിട്ടല്ല. എല്ലാവരും ചേർന്ന് എൻ്റെ മകൻ കഴിവുകെട്ടവനാണെന്ന് എപ്പോഴും പറയുമായിരുന്നല്ലോ. അതൊന്ന് മാറ്റി എടുക്കണം എന്ന് മാത്രമേ ഞാനും എൻ്റെ മോനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കുഞ്ഞു മനസ്സ് വെച്ചാലും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അങ്ങനെ കഴിവുകെട്ടവനല്ല എൻ്റെ അഭിയെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ പറയണം. അപ്പം ജലജ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അടിമുടി വിറഞ്ഞു കയറിയാണ് നവ്യയും കനകവും അവിടെ നിൽക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, മിണ്ടാതിരിക്കാനല്ലേ നിവർത്തിയുള്ളൂ. അങ്ങനെ ഇതും കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും പിരിഞ്ഞു. അഭിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇത് കഴിഞ്ഞ് നമ്മുടെ നവ്യ നേരെ റൂമിലേക്ക് അങ്ങ് ചെന്നു. നവ്യ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ജലജയും മകനും അവിടെയുണ്ട്. നിങ്ങൾ ഈ ചിത്രം ആര് വരച്ചതാണെന്നാണ് പറഞ്ഞത്? നാണമില്ലല്ലോ മറ്റൊരാളുടെ കഴിവിനെ എല്ലാവരുടെയും മുന്നിൽ അത് തൻ്റെ കഴിവാണെന്നും പറഞ്ഞിങ്ങനെ സ്വയം പൊങ്ങാനായിട്ട്. ആ ചിത്രമേ അത് നയന വരച്ച ചിത്രമാ, അല്ലാതെ നിങ്ങളുടെ മകൻ വരച്ച ചിത്രമല്ല. അത് എല്ലാവരോടും ഞാൻ തുറന്നു പറയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ പറയുമ്പോഴേക്ക് ഈ ജലജ കയറി നവ്യയുടെ കവളിൽ ഇങ്ങനെ പിടിച്ചിട്ട്, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇത് ഗർഭിണിയാണെന്നോ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നൊന്നും ഞാൻ ഓർക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ മോനെ നീ താഴ്ത്തി കെട്ടിയ നിന്നെ ഞാൻ വെച്ചേക്കുകയല്ല. നിന്റെ അനുജത്തെ ഉയർത്തി കാണിക്കാൻ നീ ശ്രമിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നവ്യയുടെ ഇവിടെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കും നവ്യ ഇങ്ങനെ നോക്കുക കേട്ടോ. നവ്യ പിന്നെ കൈ അങ്ങ് പിടിച്ചൊരു ഒറ്റ പിടിക്കൽ. എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും വരണ്ട. അമ്മയും മകനും ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ വേസ്റ്റാ. നിങ്ങൾ എത്രയൊക്കെ നിങ്ങളുടെ കഴിവുകൾ ആണെന്നും പറഞ്ഞ് മറ്റുള്ളവരെ ചതിച്ചു സ്വയം ഉയരാൻ നോക്കിയാലും എന്നെങ്കിലും ഒരു ദിവസം അതൊക്കെ ഉടഞ്ഞു വീഴും. കാരണം നിങ്ങൾ ബിഗ് സീറോ. ഇപ്പോൾ നയനയുടെ ചിത്രം വെച്ച് നിങ്ങൾ ആളായി. നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളായിരിക്കും നിങ്ങൾ സ്വപ്നം കാണുന്നത്. പക്ഷെ അതൊന്നും വരാൻ പോകുന്നില്ല. കാരണം നിങ്ങളും നിങ്ങളുടെ മകനും വെറും കഴിവുകെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അല്പായുസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അധികം താമസിക്കാതെ ഇതിൻ്റെ സത്യം പുറത്ത് വരുമെന്നും പറഞ്ഞു നവ്യ അവിടെ നിന്ന് അങ്ങ് പോയപ്പോൾ, കണ്ടോടാ നിന്റെ ഭാര്യ നിന്നെ ഉയർത്തി കാണിക്കുന്നതിന് പകരം അനുജത്തിയെ ചുമന്നുകൊണ്ട് നടക്കുന്നു. അതത്ര നല്ലതല്ല. അത് നീ നിർത്തിക്കോ, അല്ലെങ്കിൽ നിന്റെ നാശം നിന്റെ ഭാര്യയുടെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മകനോട് പറയണു. അങ്ങനെ അമ്മയും മോനും കൂടി ഈ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പം കിട്ടിയ ഒരു അവസരം അത് മാക്സിമം ഉപയോഗപ്പെടുത്തണം. ഈ ഒരു വർക്കിലൂടെ കിട്ടാവുന്നതിൻ്റെ മാക്സിമം പിടിച്ചെടുക്കണം. കാരണം ഇനിയും ഇതുപോലെ ഒരു അവസരം നിനക്ക് വന്ന് കിട്ടാനൊന്നും പോകുന്നില്ല. കാരണം നാളെ നിന്നോടൊരു ചിത്രം വരയ്ക്കാൻ അല്ലെങ്കിൽ ഒരു മോഡൽ വരച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നിനക്കറിയില്ലല്ലോ വരയ്ക്കാൻ. ഇന്നിപ്പോൾ എന്തോ ഭാഗ്യത്തിന് നയന വരച്ചത്. എന്നാലും അവക്കടെ ഒരു കഴിവെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു. അവൾ വരച്ചത് മറ്റാരും കണ്ടുപിടിക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. നാളെ തൊട്ട് നീ വെറും വേസ്റ്റ് തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ മകനോട് പറയാം. എന്തെങ്കിലും ഒരു വഴിയിലൂടെ കയറി പോകാമെന്ന് വിചാരിക്കുമ്പോൾ അമ്മ തന്നെ എന്നെ പിറകോട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാമേ ശരിയാകുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മകൻ അമ്മയോടും പറയുന്നു. ഞാൻ പറഞ്ഞതേ സത്യം തന്നെയാ, കളവൊന്നും അല്ലെന്നും പറഞ്ഞ അമ്മ മകനോട്. പിന്നെ അമ്മയും മോനും ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ ഇങ്ങനെയായി. അത് ഇതെല്ലാം കഴിഞ്ഞ് സങ്കടപ്പെട്ട് നമ്മുടെ നയന വന്ന് അങ്ങനെ ഇരിക്കുന്നു. നയനക്കരികിലേക്ക് നവ്യയും അതുപോലെ തന്നെ കനകവും ചെന്നു. നീ എന്തൊരു ചതിയോ മോളെ ഈ കാണിച്ചതെന്ന് ചോദിച്ചാൽ കനകം ചെല്ലുന്നത്. ചതിയോ? ഞാൻ എന്താമേ ചെയ്തതെന്ന് ചോദിച്ചപ്പം, നീ ചെയ്ത വർക്കിൻ്റെ ക്രെഡിറ്റ് നിനക്ക് അവന് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവൻ ആ ക്രെഡിറ്റ് തട്ടിയെടുത്തില്ലേ? നിന്റെ കഷ്ടപ്പാടിന് എന്തിനാ നീ അവനോട് അങ്ങനെയൊക്കെ നിനക്ക് അന്നേരം അവിടെ വെച്ച് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പം, എന്തിനാ അമ്മേ? ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇവിടെയുള്ളവരുടെയൊക്കെ സന്തോഷം അമ്മ കണ്ടില്ലേ? മാത്രമല്ല ഞാൻ വരച്ചതാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും അവരത് ആ കമ്പനിക്കാരെ കാണിക്കാനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ ഇപ്പോൾ കണ്ടോ, ഞാൻ വരച്ചതാണെന്ന് അറിയാതെ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും സന്തോഷം അല്ലെങ്കിൽ ആ ഒരു വലിയ ഓർഡർ ഈ കുടുംബത്തിന് കിട്ടുകയല്ലേ ചെയ്തത്. തകർന്ന് തരിപ്പണമായി പോകുമായിരുന്ന ഈ കുടുംബത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല അമ്മേ. എൻ്റെ കഴിവ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണമെന്നൊന്നും എനിക്കില്ല. ഞാൻ എത്രയൊക്കെ നല്ലത് ചെയ്താലും അതിലൊക്കെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ആദർശേട്ടൻ്റെ അമ്മയും ശ്രമിക്കും. ഇതിലും അതുപോലെ തന്നെ ഒരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചേനെ. പക്ഷേ അതൊന്നും ഉണ്ടായില്ലല്ലോ. ഇതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് അല്പായുസ് മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ചെയ്തു കൊടുക്കാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് മാത്രമാണ് ഞാൻ ലക്ഷ്യമിട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അമ്മയോടും ചേട്ടത്തിയോടും പറഞ്ഞു, ആരോടും ഒരിക്കലും ഈ ചിത്രം വരച്ചത് ഞാനാണെന്ന് പറയരുതെന്ന്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും തട്ടിച്ചും വെട്ടിച്ചും എടുക്കാനായിട്ട് ജലജയും അഭിയും ശ്രമിച്ചാൽ അതിന് നീ കൂട്ട് നിൽക്കരുത് എന്ന് നവ്യയോടും പറയുകയും ചെയ്തു. അങ്ങനെ അമ്മയും മക്കളും കൂടെ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. ഈ സമയത്ത് അഭി ഇങ്ങനെ ഒരിടത്ത് നിൽക്കുമ്പം ആദർശ് ചെന്നു അഭിക്കരികിലേക്ക്. എന്നിട്ട് അനുജനെ ഭയങ്കരമായിട്ട് അങ്ങനെ പുകഴ്ത്തുന്നു. ചെയ്തു പോയതിനൊക്കെ ക്ഷമ ചോദിക്കുന്നു. ഞാൻ നിന്റെ നീ ചെയ്ത പ്രവൃത്തികളോടാണ് എനിക്ക് ദേഷ്യം, നിന്നോടൊരു ദേഷ്യവും ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ആദർശ് ഇങ്ങനെ ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും നടത്തുന്നു. എന്തായാലും മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഈ കഴിവ് വളരെ നല്ലതാണ്. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന്.
പിന്നെ ഇന്നത്തെ ഈ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ ഈ വീട്ടിലെ ഇന്ന് ഇത്രയും നല്ലൊരു ഇത് നീ കൊണ്ടു തന്നതിന് നിനക്ക് വേണ്ടി ഒരു പാർട്ടി ഒരുക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു പാർട്ടി ഉണ്ടാവും, അതിൽ നീ ഉണ്ടാവണം. അതൊക്കെ പറഞ്ഞ് ആദർശ് ഇങ്ങനെ വന്ന് നമ്മുടെ അഭിയോട് പറയാം, അയ്യോ ഏട്ടാ അങ്ങനെയൊന്നും അല്ല, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. ഇനി ചിലപ്പോൾ അങ്ങനെ ചെയ്താൽ ശരിയാവണമെന്നൊന്നും ഇല്ല, അങ്ങനെ ഒരു വാശി എൻ്റെ ഉണ്ടായതുകൊണ്ടാണ് അത് ശരിയായതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതേ വാശി ഇനിയും അങ്ങോട്ട് നിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നിന്നെ കൊണ്ട് കഴിയും. കഴിവ് കെട്ടവനെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ കഴിവുള്ളവനെന്ന് പറയിക്കാൻ എന്നെ കൊണ്ട് കഴിയും. അത് ഈ ഒരൊറ്റ വർക്കിലൂടെ എനിക്ക് തന്നെ മനസ്സിലായി. അങ്ങനെയൊക്കെ പറഞ്ഞ് ആദർശ് കുറേ അനുജനെ അങ്ങനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇതൊക്കെ കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് മൂളിക്കൊണ്ട് ഇങ്ങനെ അനിയൻ നിൽക്കുക. അത് കഴിഞ്ഞ് ആദർശാണെങ്കിൽ പാർട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ആദർശം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അഭി എന്തായാലും ചക്ക വീണ് മുയൽ ചത്തു ഒരു തവണ, ആ ഒരു ഇതിലങ്ങ് പോട്ടെ, കിട്ടാവുന്നത് മുഴുവൻ അടിച്ചെടുക്കണം, ഇതിന് ശേഷം അറിഞ്ഞാലും കുഴപ്പമില്ല, ആ ഒരു മൈൻഡിലാണ് അഭി ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ നയനയ്ക്കാണെങ്കിൽ ആകെ സങ്കടം. അത് കഴിഞ്ഞപ്പോഴേക്ക് റൂമിലേക്ക് വന്ന ആദർശ് നയനയോട്, കണ്ടോ എല്ലാവരും കഴിവുകെട്ടവനാണെന്നും പറഞ്ഞ് എഴുതി തള്ളി അഭി പോലും ദേ ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്, നീയും ശ്രമിച്ചു നോക്കിയാൽ നിനക്കും കയറാൻ പറ്റും, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന. അപ്പോൾ എനിക്ക് വലിയ വലിയ ഡിസൈനർ ഒന്നും ആവണ്ട, എനിക്ക് ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറഞ്ഞു. എന്നിട്ട് പിന്നെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പാർട്ടിക്ക് പോകാനായിട്ട് നയന ഒരുങ്ങുന്നു. അതിനുശേഷം ആദർശാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നയനയ്ക്ക് ആഭരണങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞെങ്കിലും നീ ഇത് ഇടണം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നിർബന്ധിച്ച് കൊടുക്കുക. കാരണം ഒരു ഒരു മധുര പ്രതികാരം എന്ന് തന്നെ പറയാമല്ലോ. ഇത്രയും കാലമായിട്ടും ചെയ്തതിനൊന്നും പ്രതിഫലം നമ്മുടെ നയന മേടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തങ്ങ് മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദർശ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ആദർശാണെങ്കിൽ നയനയ്ക്ക് മാല എടുത്തു കൊടുക്കുന്നു. അപ്പോൾ നയനെ ആ മാല ഇട്ട് കൊടുക്കാൻ പറയുന്നു. ആദർശ മാല ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ എന്തായാലും ഈ നമ്മുടെ നയനയെക്കുറിച്ചുള്ള സത്യം അധികം താമസിക്കാതെ അതിവരോട് എല്ലാവരോടും പറയണം എന്നുള്ള തീരുമാനത്തിലാണ് കനകം. കാരണം തൻ്റെ മകൾ കഷ്ടപ്പെട്ട് അവരെ കാശുകാരാക്കി അല്ലെങ്കിൽ അവർക്ക് വലിയൊരു കോടികളുടെ ബിസിനസ് നേടിക്കൊടുത്തിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ചുമ്മാ ഇരുന്നവൻ കൊണ്ടുപോയാൽ അത് ഈ പറയണം നമ്മുടെ കനകത്തിന് സഹിക്കുമോ? ഇല്ല. കനകം നയനയുടെ കഴിവിനെ ഈ പറയുന്ന നമ്മുടെ അനന്തപുരിയിൽ തെളിയിക്കാൻ തന്നെ തീരുമാനിച്ചു. സ്വന്തം മകളുടെ കഷ്ടപ്പാടിനെ തട്ടിയെടുത്ത അഭിയെയും ജലജയെയും തകർത്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം നമ്മുടെ കനകം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള നല്ല ഉദ്വേഗഭരിതമായ എപ്പിസോഡുകൾ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. അടുത്ത കഥയും കഥാമുഹൂർത്തങ്ങളുമായിട്ട് കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തട്ടെ. എല്ലാവർക്കും താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഹാപ്പി സൺഡേ.